കാഞ്ഞങ്ങാട് ഉണ്ടായിട്ടും പോവാത്തൊരു സ്ഥലമായിരുന്നു ഇക്കൻസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. അവിടെ ഉള്ള ആൾ തന്നെ കുറച്ചൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ എന്തായാലും മാഞ്ചോ സൂപ്പ് എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം, ലൈക്ക് ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എങ്ങനെയുണ്ട്? സോ എല്ലാത്തരം ഐറ്റംസും കാണാനുണ്ടായിരുന്നു. പിന്നെ മദ്കൂത്ത് ആ സാധനം ട്രൈ ആക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ അത് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ മന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പാസ്ത എപ്പോഴും കഴിക്കുന്നില്ലേ, അത് വേണ്ട. അങ്ങനെ നോക്കിയപ്പോഴാണ് പാൽക്കപ്പ ഉണ്ടെന്ന് കണ്ടത്. പിന്നെ ഐസ് ടീസും മൊയ്റ്റോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കണ്ണ് എപ്പോഴും വാട്ടർമെലോണിലേക്കാണ് പോവുക. അപ്പോൾ ഞാൻ മിക്കവാറും വാട്ടർമെലോൺ തന്നെ പറയുമായിരിക്കും. ആൻഡ് കുനാഫ, ഇന്നൊരു സ്വീറ്റ് കഴിക്കേണ്ട മൂടില്ല. അങ്ങനെ ഒരു റഷ്യൻ സാലഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ങയുണ്ട്. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നു. മന്തി വന്നു. അത് കഴിഞ്ഞപ്പോഴും നമ്മളെ പാൽക്കപ്പ വന്നു. പാൽക്കപ്പ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, അപ്പോൾ അതെന്തായാലും ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് പിന്നെ അതിനിടയ്ക്കൊരു സാധനം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെബനീസ് ഷവർമ. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ ഹാഫ് അടിച്ചു. ആൻഡ് ദിസ് വാസ് ലൈക്ക്, നമ്മൾ ഒരു ലെബനീസ് ടേസ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് വേണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു മൈൽഡായിട്ടുള്ള മസാലയായിരുന്നു. ആൻഡ് കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് നിറയില്ല, അതായത് ആ ഒരു മസാല ഇങ്ങനെ കുത്തൂല, ആ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹാഫ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ച് നമ്മൾ തീർത്തു. പിന്നെ നമ്മൾ ഓരോന്നിലേക്ക് ഇറങ്ങി. പാൽക്കപ്പ ലൈക്ക് ഭയങ്കര ക്രീമി ആയിരുന്നു. അപ്പം എന്താ പറയുക, നല്ലൊരു ആ ഒരു കൊഴുപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടിപൊളിയാണ്. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിങ്ങനെ സാധനത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ തടീൻ്റെ രഹസ്യം. ആൻഡ് എനിക്ക് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് വിചാരിച്ച പോലെ തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടു, അടിപൊളി. പിന്നെ മന്തി. എനിക്കും ഒരു നോർമൽ നമ്മളെപ്പോഴും കഴിച്ചു വരുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. ഞാൻ മന്തിനേക്കാളും ബിരിയാണിയെ ഇഷ്ടപ്പെട്ടവളാണ്. അപ്പം എപ്പോഴും എനിക്ക് ആ ഒരു കുഴപ്പമില്ല എന്നൊരു ടേസ്റ്റായിരുന്നു. സലാഡും വേണ്ടായിരുന്നു അല്ലേ. മൊയ്റ്റോസ് എന്ന് പറയുമ്പം ആദ്യം പാഷൻ ഫ്രൂട്ടും ഗ്രീൻ ആപ്പിളൊക്കെ ഓർമ്മ വരിക. പക്ഷെ ഞാൻ ഈ അടുത്തായിട്ട് വാട്ടർമെലോണാണ് പറയുന്നുണ്ടാവില്ല. വാട്ടർമെലോൺ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബില്ലോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പം അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അത് കഴിക്കുന്ന ആളോട് തന്നെ. കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ കാണാം.